ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നു. അയോധ്യയിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. അടുത്ത 3 വർഷത്തിനുള്ളിൽ രാജ്യം നക്സൽ മുക്തമാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. നവീകരിച്ച ഐക്യരാഷ്ട്രസഭ കേന്ദ്രീകൃതമാക്കി ബഹുധ്രുവ ലോകത്തിന് ആഹ്വാനം ചെയ്ത് ചേരിചേരാ ഉച്ചകോടിയിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. വികസിത് ഭാരത് സങ്കൽപ് യാത്രയിൽ രാജ്യത്തെ 5 കോടിയിലധികം ജനങ്ങൾ സൌജന്യ ആരോഗ്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തിയെന്ന് കേന്ദ്രം. ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ സിംഗിൾസ് സെമി ഫൈനലിൽ HS പ്രണോയ് ഇന്ന് ചൈനയുടെ യുക്കി ഷിയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും നാളെയുമായി തമിഴ്നാട്ടിലെ വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിക്കും. രാവിലെ തിരുച്ചിറപ്പള്ളി ശ്രീരംഗനാഥസ്വാമി ക്ഷേത്ര ദർശനം നടത്തിയ പ്രധാനമന്ത്രി ഉച്ചയ്ക്ക് 2 മണിയോടെ രാമേശ്വരത്തെത്തും. ശ്രീ അരുൾമിகு രാമനാഥസ്വാമി ക്ഷേത്രത്തിൽ ദർശനവും പൂജയും നടത്തും. രാമായണ പാരായണ ചടങ്ങിലും പ്രധാനമന്ത്രി സംബന്ധിക്കും. വൈകുന്നേരം ക്ഷേത്രത്തിൽ ഭജനയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. നാളെ ധനുഷ്കോടിയിലെ കോദണ്ഡരാമസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി രാമസേതുവും സന്ദർശിക്കും. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. ഒരു റിപ്പോർട്ട്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്നലെ അയോധ്യയിലെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തി. ശ്രീരാമഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കാൻ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി അയോധ്യയിൽ സൌരോർജ്ജ ടൂറിസ്റ്റ് ബോട്ട് സർവീസ് ആരംഭിച്ചു. ലക്നൌ, വാരാണസി, പ്രയാഗ്രാജ്, ഗോരഖ്പൂർ തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് ദർശനത്തിനെത്തുന്നവർക്കായി ഹരിത ഇടനാഴി സജ്ജമാക്കിയിട്ടുണ്ട്. അതേസമയം പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പുകൾക്കായി ഇന്നു മുതൽ 22-ാം തീയതി വരെ രാംലല്ല ദർശനം ഉണ്ടാകില്ല. ഇന്നലെ ആയിരങ്ങളാണ് ദർശനത്തിനായി എത്തിയത്. അയോധ്യയിലെമ്പാടും ഉത്സവ സമാനമായ അന്തരീക്ഷമാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സന്യാസിമാരും ഭക്തരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ചടങ്ങിനൊരുങ്ങി അമേരിക്കയിലെ 100ഓളം വരുന്ന ക്ഷേത്രങ്ങൾ. 1000ഓളം ഇന്ത്യൻ വംശജരായ അമേരിക്കക്കാർ ക്ഷേത്രങ്ങളിലെ ചടങ്ങുകളിൽ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ട്. 2036ലെ ഒളിമ്പിക്സ് ഇന്ത്യയിൽ സംഘടിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പരിശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചെന്നൈയിൽ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. കായിക താരങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ മത്സരിക്കാനും ആഗോള കായിക മേഖലയുടെ കേന്ദ്രമായി രാജ്യത്തെ മാറ്റുകയുമാണ് ലക്ഷ്യം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കായിക മേഖലയിലെ ക്രമക്കേടും അഴിമതിയും സർക്കാർ ഇല്ലാതാക്കി. ഇക്കാലത്ത് കായികരംഗത്ത് വിവിധ പരിഷ്കാരങ്ങളാണുണ്ടായത്. ടോക്കിയോ ഒളിമ്പിക്സ്, പാരാലിമ്പിക്സ് എന്നിവയിൽ ഇന്ത്യ മികച്ച പ്രകടനം കാഴ്ചവച്ചതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഏഷ്യൻ ഗെയിംസ്, ഏഷ്യൻ പാരാ ഗെയിംസ് എന്നിവയിലും മികച്ച പ്രകടനം നടത്തിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. അടുത്ത 3 വർഷത്തിനുള്ളിൽ രാജ്യം നക്സൽ മുക്തമാകുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത് ഷാ. അസമിലെ തേസ്പൂരിൽ സശസ്ത്ര സീമാബൽ രൂപീകരണത്തിന്റെ 60ാം വാർഷികാഘോഷവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര അതിർത്തികൾ മാത്രമല്ല, അവിടുത്തെ സംസ്കാരം, പൈതൃകം എന്നിവ സംരക്ഷിക്കുന്നതിലും സശസ്ത്ര സീമാബൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് ശ്രീ അമിത് ഷാ പറഞ്ഞു. നക്സലുകളുടെ സ്വാധീനത്തിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കാൻ സശസ്ത്ര സീമാബൽ, CRPF, അതിർത്തി രക്ഷാസേന എന്നിവയുടെ പങ്കിനെ അദ്ദേഹം അഭിനന്ദിച്ചു. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പോസ്റ്റൽ സ്റ്റാമ്പും ആഭ്യന്തരമന്ത്രി പുറത്തിറക്കി. നവീകരിച്ച ഐക്യരാഷ്ട്രസഭയെ കേന്ദ്രീകരിച്ച് ബഹുധ്രുവ ലോകത്തിന് ആഹ്വാനം ചെയ്ത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഉഗാണ്ട തലസ്ഥാനമായ കമ്പാലയിൽ 19ാമത് ചേരിചേരാ പ്രസ്ഥാന ഉച്ചകോടിയിൽ ഇന്ത്യയുടെ ദേശീയ പ്രമേയം അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക ഉൽപാദനത്തിന് പ്രോത്സാഹനം നൽകിയുള്ള സാമ്പത്തിക വികേന്ദ്രീകരണത്തിന് മന്ത്രി ഊന്നൽ നൽകി. എല്ലാ പൈതൃകങ്ങളെയും പരസ്പരം ബഹുമാനിക്കുന്ന സാംസ്കാരിക സന്തുലിതാവസ്ഥയ്ക്കായുള്ള ആശയം ശ്രീ ജയശങ്കർ ഉച്ചകോടിയിൽ മുന്നോട്ടുവച്ചു. ഛത്തീസ്ഗഡിലെ ഗോത്രവർഗ ബസ്തർ മേഖലയിൽ ഇന്ന് സുരക്ഷാസേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 3 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. പ്രദേശത്തെ കാടുകളിൽ സുരക്ഷാസേനയുടെ സംയുക്ത സംഘം തെരച്ചിൽ നടത്തുകയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. വികസിത് ഭാരത് സങ്കൽപ് യാത്രയിൽ രാജ്യത്തെ 5 കോടിയിലധികം ആളുകൾ സൌജന്യ ആരോഗ്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തിയെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഗ്രാമപഞ്ചായത്തുകളിലും നഗര തദ്ദേശ സ്ഥാപനങ്ങളിലുമായി 2 ലക്ഷത്തോളം ആരോഗ്യ ക്യാമ്പുകളാണ് നടത്തിയത്. 2.5 കോടിയിലധികം ആളുകളെ ക്ഷയരോഗ നിർണയ പരിശോധനയ്ക്ക് വിധേയമാക്കി. പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ആയുഷ്മാൻ കാർഡുകൾ 2 കോടി 61 ലക്ഷത്തിലധികം പേർക്ക് ലഭ്യമാക്കിയതായും മന്ത്രാലയം അറിയിച്ചു.
മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് ശബരിമല ക്ഷേത്രനട നാളെ അടയ്ക്കും. തീർത്ഥാടകർക്ക് ഇന്ന് രാത്രി 10 മണിവരെ ദർശനം നടത്താം. നാളെ രാവിലെ 6-ന് ആചാരപരമായി പന്തളം രാജപ്രതിനിധിക്ക് മാത്രമാണ് ദർശനമുള്ളത്. ശേഷം തിരുവാഭരണ സംഘം പന്തളത്തേക്ക് മടങ്ങുന്നതോടെ നട അടയ്ക്കും. 2023-24 വർഷത്തെ ശബരിമല മണ്ഡല മകരവിളക്ക് സീസണിൽ ലഭിച്ച ആകെ വരുമാനം 357.47 കോടി രൂപയാണെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു. കഴിഞ്ഞ വർഷം 347.12 കോടി രൂപയായിരുന്നു വരുമാനം. ഈ വർഷം 10.35 കോടിയുടെ വർധനയാണ് വരുമാനത്തിലുണ്ടായത്. അരവണ വിൽപ്പനയിലൂടെ 144,99,37,700 രൂപയും അപ്പം വിൽപ്പനയിലൂടെ 17,64,77,795 രൂപയും ലഭിച്ചു. കാണിക്ക ഇനിയും എണ്ണിക്കഴിഞ്ഞിട്ടില്ലെന്നും ഈ ഇനത്തിൽ ലഭിച്ച വരുമാനം 10 കോടിയെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. ഭക്തരുടെ എണ്ണത്തിലും ഈ വർഷം വർധനയുണ്ടായി. 50 ലക്ഷം ഭക്തരാണ് ഇത്തവണ ശബരിമലയിലെത്തിയത്. ഒബിസി മോർച്ച കേരള ഘടകം സെക്രട്ടറിയായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ 15 പ്രതികളും കുറ്റക്കാരെന്ന് കോടതി. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയാണ് പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞു. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണ് പ്രതികൾ. 2021 ഡിസംബർ 19-നാണ് കൊലപാതകം നടന്നത്. 15ാമത് ആദിവാസി യുവജന സാംസ്കാരിക വിനിമയ പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. കൈമനത്തുള്ള BSNL റീജിയണൽ ടെലികോം ട്രെയിനിംഗ് സെന്ററിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള സമൂഹം സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് ഗവർണർ പറഞ്ഞു. ജാതി, മതം, ജന്മദേശം എന്നിവയെല്ലാം വ്യത്യസ്തമാണെങ്കിലും ഭാരതീയർ എന്ന നിലയിൽ നാം ഒന്നിച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, യുവജനകാര്യ കായിക മന്ത്രാലയം, നെഹ്റു യുവകേന്ദ്ര സംഘാതൻ തുടങ്ങിയവർ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ജനുവരി 26 വരെ നടക്കുന്ന സാംസ്കാരിക വിനിമയ പരിപാടിയിൽ ഒഡീഷ, ഝാർഖണ്ഡ്, ബീഹാർ സംസ്ഥാനങ്ങളിലെ പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലെ 200 യുവതീ യുവാക്കൾ പങ്കെടുക്കുന്നുണ്ട്. കേരള ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന്റെ ശാസ്ത്ര പ്രദർശനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. ഫെസ്റ്റിവൽ വേദിയിലെ ടിക്കറ്റ് കൌണ്ടറുകളിലൂടെയും www.gsfk.org എന്ന വെബ്സൈറ്റ് വഴിയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. ഉള്ളിൽ നിന്ന് ആസ്വദിക്കാനാകുന്ന പ്രപഞ്ചത്തിന്റെ മാതൃക, യുദ്ധം സൃഷ്ടിക്കുന്ന കെടുതികൾ, ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ഭൂമിയുടെ കാഴ്ച തുടങ്ങിയവ AR, VR സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയാണ് പ്രദർശിപ്പിക്കുന്നത്. ദിനോസറിന്റെ യഥാർത്ഥ വലിപ്പത്തിലുള്ള അസ്ഥികൂട മാതൃക, HMS ബീഗിൾ കപ്പലിന്റെ മാതൃക, മ്യൂസിയം ഓഫ് ദ മൂൺ തുടങ്ങിയവയൊക്കെ സന്ദർശകർക്ക് വിജ്ഞാനവും വിനോദവും പകരും. 1 മാസം നീളുന്ന പ്രദർശനം തോന്നയ്ക്കൽ ബയോ 360 ലൈഫ് സയൻസസ് പാർക്കിലാണ് നടക്കുന്നത്. രാഷ്ട്രപതി ഭവനിലെ അമൃത് ഉദ്യാനം ഫെബ്രുവരി 2 മുതൽ മാർച്ച് 31 വരെ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. തിങ്കളാഴ്ച ഒഴികെ ആഴ്ചയിലെ 6 ദിവസം ഉദ്യാനം സന്ദർശിക്കാം. നിശ്ചിത തീയതികളിൽ പ്രത്യേക വിഭാഗങ്ങൾക്ക് മാത്രമായും പ്രവേശനമുണ്ട്. ഫെബ്രുവരി 22-ന് ഭിന്നശേഷിക്കാർക്കും 23-ന് പ്രതിരോധം, അർദ്ധസൈനിക, പോലീസ് സേനാംഗങ്ങൾക്കും, മാർച്ച് 1-ന് സ്ത്രീകൾക്കും ആദിവാസി വനിതാ സ്വയം സഹായ സംഘങ്ങൾക്കും, 5-ന് അനാഥാലയങ്ങളിലെ കുട്ടികൾക്കുമായിരിക്കും പ്രവേശനം. പഞ്ചാബിലെ ഫിറോസ്പൂർ ജില്ലയിൽ ഇൻഡോ പാക് അതിർത്തി പ്രദേശത്ത് നിന്നും അതിർത്തി രക്ഷാസേന ആയുധങ്ങൾ പിടിച്ചെടുത്തു. ഇക്കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടത്തിയ ഡ്രോൺ പരിശോധനയിലാണ് അതിർത്തി പ്രദേശത്തെ പാടത്ത് ആയുധങ്ങൾ കണ്ടെത്തിയതെന്ന് സേനാ വക്താവ് അറിയിച്ചു. ഒരു AK-47 തോക്കും 40 കാട്രിഡ്ജ് എന്നിവയുൾപ്പെടെയുള്ള ആയുധങ്ങൾക്ക് പുറമെ 40,000 രൂപയും കണ്ടെടുത്തു. ജമ്മുകശ്മീരിൽ ചെറുകിട ഭക്ഷ്യ സംസ്കരണ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ സഹകരണ സംഘങ്ങൾക്ക് വായ്പ അനുവദിക്കുന്ന പദ്ധതിക്ക് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അംഗീകാരം നൽകി. 10 ലക്ഷം രൂപ വരെ ചെലവിടുന്ന ഭക്ഷ്യ സംസ്കരണ കേന്ദ്രങ്ങൾ തുടങ്ങാനാണ് വായ്പ അനുവദിക്കുക. പദ്ധതിയുടെ 90% തുകയോ അല്ലെങ്കിൽ 9 ലക്ഷം രൂപയോ ഇതിലേതാണോ കുറവ് അതാകും വായ്പയായി അനുവദിക്കുക. ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിലെ പുരുഷ സിംഗിൾസ് സെമി ഫൈനലിൽ ഇന്ത്യയുടെ HS പ്രണോയ് ഇന്ന് ലോക 2ാം നമ്പറും 6ാം സീഡുമായ ചൈനയുടെ യുക്കി ഷിയെ നേരിടും. പുരുഷ ഡബിൾസ് സെമി ഫൈനലിൽ ഇന്ത്യയുടെ ചിരാഗ് ഷെട്ടി, സാത്വിക് സായിരാജ് രംഗറെഡ്ഡി സഖ്യവും ഇന്ന് മത്സരത്തിനിറങ്ങും. ICC അണ്ടർ-19 പുരുഷ ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യ അല്പസമയത്തിനകം ബംഗ്ലാദേശിനെ നേരിടും. ദക്ഷിണാഫ്രിക്കയിലെ ബ്ലൂംഫോണ്ടെയിനിൽ 1:30-നാണ് മത്സരം. ഗ്രൂപ്പ് എയിലെ 3ാം മത്സരമാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും. അയോധ്യ ശ്രീരാമ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെ വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നു. അയോധ്യയിൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. അടുത്ത 3 വർഷത്തിനുള്ളിൽ രാജ്യം നക്സൽ മുക്തമാകുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നവീകരിച്ച ഐക്യരാഷ്ട്രസഭ കേന്ദ്രീകൃതമാക്കി ബഹുധ്രുവ ലോകത്തിന് ആഹ്വാനം ചെയ്ത് ചേരിചേര ഉച്ചകോടിയിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ. വികസിത് ഭാരത് സങ്കൽപ് യാത്രയിൽ രാജ്യത്തെ 5 കോടിയിലധികം ജനങ്ങൾ സൌജന്യ ആരോഗ്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്തിയെന്ന് കേന്ദ്രം. ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ സിംഗിൾസ് സെമി ഫൈനലിൽ HS പ്രണോയ് ഇന്ന് ചൈനയുടെ യുക്കി ഷിയെ നേരിടും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.